കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരോട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സിറ്റുവേഷൻ പറയാം. ആ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോടതിയുടെ നിലപാടും എന്താണ് എന്നുള്ളത് പറയാം. അതായത് ഒരു ചേട്ടനും ഒരു ചേച്ചിയും കൂടി കല്യാണം കഴിക്കുന്നു. ആസ് യൂഷ്വൽ അവർക്കൊരു കുട്ടി ജനിക്കാനുണ്ടാകുന്നത്. കുട്ടി ജനിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്ക് ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അഭിപ്രായ വ്യത്യാസത്തിനെ തുടർന്ന് ഈ ഭാര്യയും കുട്ടിയും കൂടി ഭാര്യയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ പോയി അവർ തമ്മിൽ ഒരിക്കലും യോജിക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നു. ഇനി ഒരിക്കലും ആ പഴയ ഭാര്യ ഇങ്ങോട്ടേക്ക് വരില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഈ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ ഭാര്യനെ വിവാഹമോചനം ചെയ്യാതെ, ഡിവോഴ്സ് ചെയ്യാതെ രണ്ടാമത് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുകയും ആ സ്ത്രീയുടെ കൂടെ അവർ താമസിക്കുകയുമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഈ ചേട്ടന് പെട്ടെന്നൊരു തോന്നൽ വരികയാണ്, എൻ്റെ മകൻ അല്ലെങ്കിൽ മകള് അവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് ആ മകളെ കുടുംബ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് ആ കുട്ടിയുടെ എന്താ പറയുക ഗാർഡിയൻഷിപ്പ് അല്ലെങ്കിൽ കസ്റ്റഡി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം കോടതിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ പോയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും കോടതി ഈ ഭർത്താവ് കൊടുത്ത ആ പരാതിയുടെ ഒരു കോപ്പി ഭാര്യയ്ക്ക് അയച്ചു കൊടുത്ത് ഭാര്യയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു വിവാഹമോചനം നടന്നിട്ടില്ല, വേറൊരു സ്ത്രീയുമായിട്ട് ഇദ്ദേഹം താമസിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ മറുപടി കൊടുത്തു. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞിട്ടുള്ള വിധി എന്താണ് എന്നുള്ളത് നോക്കാം. അതായത് ഈ കുട്ടിയുടെ കസ്റ്റഡി അച്ഛന് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളതാണ് ചോദ്യം. കോടതി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ചൈൽഡ്സ് വെൽഫെയർ ഓവർ ഫാദേഴ്സ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി ആൻഡ് ദ ഹൈക്കോർട്ട് ഡിനൈസ് കസ്റ്റഡി ഓഫ് ഫാദർ ലിവിംഗ് വിത്ത് സെക്കൻഡ് വൈഫ് വിത്തൗട്ട് ഡിവോഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അച്ഛന് കുട്ടീനെ കിട്ടാനായിട്ടുള്ള എല്ലാവിധ യോഗ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഒന്നാമത്തെ ഭാര്യനെ നിയമപരമായി ഡിവോഴ്സ് ചെയ്യാതെ, വിവാഹമോചനം നേടാതെ രണ്ടാമത്തെ ഒരു സ്ത്രീയുമായിട്ട് ഭാര്യ ഭർത്താവായിട്ട് താമസിക്കുന്നത് കൊണ്ട് ആ അച്ഛന് കുട്ടീനെ കസ്റ്റഡി കൊടുക്കുവാനായിട്ടുള്ള ആ ഒരു സംഭവം കോടതി എന്ത് ചെയ്തു? തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചിട്ടും കൃത്യമായ ഒരു അവബോധം ഉണ്ടായിരിക്കണം. ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ നിന്നും ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ഉത്തരവുകളും വരുവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye-bye.